ഏതാണ് ഈ അർജന്റീന പഠിക്കാരാ? ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് ആദ്യമായി എഴുതി ഒപ്പിട്ട് ഇസ്രായേലിന് കൂടെ നിന്നത് ഈ അർജന്റീന. എന്ത് സംസ്കാരമാണ് നിനക്കുള്ളത്? എവിടെയാണ് മാപ്പിള എത്തിയത്? എവിടെയാണ് മാപ്പിളമാരെത്തിയത്? എത്ര കോടിയാണ് ഈ ഒരു ഫുട്ബോളിന്റെ പേരിൽ എത്ര കോടിയാണ് മലബാറിൽ തൊലച്ചു കളയുന്നത്? എന്നിട്ട് റോഡ് ഷോ എന്ന് പറഞ്ഞാൽ എവിടെ റോഡ് ഷോ? എവിടെ മാപ്പിളാരുണ്ടോ അവിടെ റോഡ് ഷോ. മാപ്പിളാരുള്ളോടത്ത റോഡ് ഷോ. എന്താണ് 1,40,000 ചില്ലാനം ഉറുപ്പ്യക്ക് ഒരു ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്തൊരു കവലയിൽ ഒരു ഫ്ലെക്സിൻ്റെ വിലയാണ് 1,40,000 ഒരു ഫ്ലെക്സിന് വില. എന്നോട് ആ നാട്ടുകാരൻ എന്നോട് പറഞ്ഞു, ഒരു ഹിന്ദുവായ മനുഷ്യൻ്റെ പൈസയോ ഒരു ക്രിസ്ത്യാനിയായ മനുഷ്യൻ്റെ പൈസയോ അതിലില്ല ഉസ്താദെ, അത് മുഴുവനും മുസ്ലിം പൈസയാണ്. ഏതോ നാട്ടിൽ കിടക്കുന്ന പന്തുകളി. ഞാൻ പന്തുകളി കാണണോ കാണണ്ട ഒന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കും, ഇതിൻ്റെ പരിസരത്ത് എത്ര മനുഷ്യന്മാരും മരുന്ന് വാങ്ങാൻ കുടുങ്ങിയവരുണ്ടാവും. $5,00,000 പോയത്. യാ സുബ്ഹാനല്ലാഹ്. ഈ പറഞ്ഞ മനുഷ്യൻ പറയാണ്, നാട് ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോൾ ആ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ട്. ഈ മനുഷ്യൻ പറയാണ്, എൻ്റെ നാട്ടിൽ $5,00,000 ഫ്ലക്സ് വെച്ചിരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിൻ്റെയോ പൈസയിലുണ്ടാവില്ല. സത്യല്ലേ? 3-4 ആളുകളുടെ പൈസ എങ്ങനെയുണ്ട്? എടോ, $5,00,000 ഏറ്റവും ചുരുങ്ങിയത് 5,00,000 ചില്ലറ ഉണ്ടെങ്കിൽ 5 പവനൊരു കുട്ടിക്ക് വാങ്ങിക്കൊടുത്തു. കല്യാണം നടക്കൂല. എത്ര ബാപ്പയും ഉമ്മയും എന്നോട് ആ പരിസരത്ത് പറയുന്നതിൻ്റെ പരിസരത്ത് ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും കൂടി ഒരു മുറി കിടക്കാതെ ആയിട്ട് മാസങ്ങൾ കൊല്ലങ്ങളായി. എൻ്റെ പെണ്ണിനെ കെട്ടിക്കാൻ വയ്യില്ല. പിന്നെ ഞാനും ഭാര്യയും കൂടി വാതിലടച്ച് മുറി കടന്നുറങ്ങിയ ഓളെന്താ വിചാരിക്കുക? അതുകൊണ്ട് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇപ്പോൾ ഒരു മുറിയിൽ വാതിലടച്ച് കിടക്കാറില്ല. എൻ്റെ കുട്ടിക്കൊരു വിഷമം വേണ്ടാന്ന്. കാരണം അവൾക്കൊരു ഭർത്താവിനെ കിട്ടേണ്ട സമയം എന്നോ ആയി. എൻ്റെ കൈ 10 പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. എന്താ ഇപ്പം പറഞ്ഞ വാക്ക്? ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ പരിസരത്ത്. എന്താ കാരണം ദഅവത്തുകൾ നാട്ടിൽ ഉപകരിക്കണില്ല. പണ്ഡിതന്മാരെയോ പ്രബോധകന്മാരെയോ സാധാരണ ജനങ്ങൾ വില വെക്കണില്ല. ഇതാണ് എൻ്റെ അടയാളം. വെറുതെ നിങ്ങൾ വർത്താനം പറയണ്ട. നിങ്ങൾ ബിരിയാണി വെച്ച് കൊടുക്കുമ്പോൾ ആൾ കൂടുന്നുണ്ട്, പക്ഷേ നിങ്ങളെ വില വെക്കാൻ അവർ തയ്യാറില്ല. അത്രയേ ഉള്ളൂ. നിങ്ങളൊന്നും വിചാരിക്കരുത് കേട്ടാ. ഒന്നാമത്തെ ആൾ ഞാൻ തന്നെ. ഞാൻ എല്ലാവരും ഒഴിവാക്കി പറയുന്നത്. ഒന്നാമത്തെ ആൾ ഞാൻ തന്നെ. ഞാനടക്കമുള്ള ഒരാൾ ജനങ്ങൾക്ക് വിലല്ല. പ്രബോധകന്മാരെന്ന് അങ്ങനെ നമ്മൾ പറയണ്ടെന്നേ ഉള്ളൂ. ഞാനടക്കമുള്ള ഒരാൾ ജനങ്ങൾ വില വെക്കണില്ല. ഒരു മൂല്യരെയോ ഒരു പ്രഭാഷകനെയോ ഈ സമുദായത്തിലെ പുതിയ മക്കൾ വില വെക്കണില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മലബാറിൽ ഇന്നീ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫ്ലെക്സിനപ്പോൾ 5 ലക്ഷം ആണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലെക്സ് എന്താ പറയുക, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വലിയ ഫ്ലെക്സ്. എത്ര ലക്ഷം ചെലവായിട്ടുണ്ടാവും? എന്ത് ഞങ്ങൾ പറയുന്നത്? ഒരു ജനതയുടെ മേൽ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങാൻ അടുത്തു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഒരു ജനതയുടെ മേൽ അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങാൻ അടുക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. അത് അദാബ് എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷെ മലബാറിൽ അദാബ് ഇറങ്ങാനായിട്ടുണ്ട്. ആ അദാബ് എങ്ങനെ ഇറങ്ങും എന്ന് എനിക്കറിയില്ല, പക്ഷെ മലബാറിൽ അദാബ് ഇറങ്ങാനായിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുദിന എന്ന് പറയില്ലേ, പഠിച്ചോ ഞങ്ങളെ പിടികൂടരുത്. എന്താണ് ഈ കാട്ടുന്നത്? നിസ്കരിക്കണവര് വരെ ഈ കുപ്പായിട്ടാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നത്. ഈ കുപ്പായിടാത്തൊരാള് കുട്ടികളില്ല.
പള്ളിയിലേക്ക് കയറി വരിക. ഈ ഏതടാ ഈ അർജന്റീന പഠിക്കാരാ? ഫലസ്തീനികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് ആദ്യമായി എഴുതി ഒപ്പിട്ട് ഇസ്രായേലിന് കൂടെ നിന്നത് ഈ അർജന്റീന. എന്ത് സംസ്കാരമാണ് നിനക്കുള്ളത്? എവിടെയാണ് മാപ്പിള എത്തിയത്? എവിടെയാണ് മാപ്പിളമാരെത്തിയത്? ഒരു മാന്യത നമുക്കില്ലാതെ. ഞാൻ നിങ്ങളോട് കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, കൊക്കക്കോള ഒഴിച്ചു കൊടുത്തു. ഞാൻ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെൻ്റെ വീട്ടിൽ വന്നപ്പോൾ കമലാ സുരയ്യ പറഞ്ഞു, എൻ്റെ കുറച്ച് വീട്ടുകാർ വന്നപ്പോൾ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരെന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ അവർക്ക് കൊക്കക്കോള ഒഴിച്ചു കൊടുത്തിട്ട് ഒരാൾ പോലും അത് കുടിച്ചത് ഇസ്രായേലിൻ്റെ ഉൽപ്പന്നമാണ്, ഞങ്ങൾ കുടിക്കൂല. കാരണം അവർ ഫലസ്തീനികളെ കഷ്ടപ്പെടുത്തുന്ന ഒരു ജനതയായതുകൊണ്ട് ഞങ്ങൾ അവരുടെ ഉൽപ്പന്നം കഴിക്കൂല എന്ന് പറഞ്ഞ് ഒരാൾ പോലും കൊക്കക്കോള കഴിക്കാതെ ഇറങ്ങിപ്പോയി എന്ന് കമലാ സുരയ്യ പറയുന്നുണ്ട്. ഇസ്രായേലിനോടൊരു ദേഷ്യം അടിസ്ഥാന കമ്മ്യൂണിസ്റ്റുകൾക്ക് ആ ഒരു ബോധം പോലും മാപ്പിളക്കില്ല. നിങ്ങൾ ഹസ്സ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാടിയിരുന്നല്ലോ കുറച്ചു കാലം. അതിപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ്? നിങ്ങൾക്കൊക്കെ അൽസിമേഴ്സ് അല്ലേ? അൽസിമേഴ്സ് പിടിപെട്ടില്ലേ മുസ്ലിങ്ങൾക്ക്, മാപ്പിളർക്ക്? എന്താ നമ്മളെ അവസ്ഥ? ഒരു പണ്ഡിതനെയോ ഒരു നേതാവിനെയോ ഒരു മതപ്രബോധകനെയോ പണ്ഡിതനെയോ ജനങ്ങൾ യൂത്ത് വില വെക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈ സംഭവമാണ്. ഞാൻ കാണരുതെന്ന് പറയല്ല. അതായത് എത്ര ലക്ഷമാണ്, എത്ര കോടികളാണ് മലബാറിൽ ഇപ്പം പൊട്ടിക്കിടക്കുന്നത്. എത്ര കോടികൾ! എന്തുകൊണ്ടാണ് പ്രബോധനം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കയറുന്നില്ല? അതിനൊരുപാട് ഉത്തരങ്ങളുണ്ട് മോനെ. അത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. അത് ചിന്തിക്കട്ടെ. അത് അവർക്ക് തന്നെ വിടുകയാണ്. നമുക്കൊക്കെ കൂടി ആലോചിക്കുക, എന്തുകൊണ്ടാണ് സമൂഹത്തിലേക്ക് പ്രബോധനവും എത്താത്തത്? പ്രബോധനം എന്ന് പറഞ്ഞത് ഒരു കെട്ടുകാഴ്ച മാത്രമാണ്. ഇന്ന് സമൂഹത്തിൽ ഉപകരിക്കണില്ല. ഒരു കെട്ടുകാഴ്ചയാണ് പ്രബോധനങ്ങൾ, അത്രയേ ഉള്ളൂ. എത്ര കോടി ഈ ഒരു 2-3 ആഴ്ചക്കുള്ളിൽ എത്ര കോടിയാണ് മലബാറിൽ പൊട്ടിക്കിടക്കുന്നത്? ഇത് തമാശ? എത്ര കോടി! എന്തത് തമാശ? ലോകത്തേത് നാട് പോയാലും ഇതുണ്ടാവില്ല, ഈ പ്രകാരം ഉണ്ടാവില്ല. സത്യമല്ല നിങ്ങൾ പറയും. നിങ്ങൾ തെക്കോട്ട് പോയി എന്താ അവസ്ഥ? കേരളം എന്ന് പറഞ്ഞാൽ മലബാർ മോനെ. മലബാറിലെ ഈ കളി ലോകത്തെവിടെയില്ല. എന്താ നമ്മളെ അവസ്ഥ? എന്താണ്? എത്ര കോടിയാണ് ഈ ഒരു ഫുട്ബോളിന്റെ പേരിൽ എത്ര കോടിയാണ് മലബാറിൽ തൊലച്ചു കളയുന്നത്? എന്നിട്ട് റോഡ് ഷോ എന്ന് പറഞ്ഞാൽ എവിടെ റോഡ് ഷോ? എവിടെ മാപ്പിളാരുണ്ടോ അവിടെ റോഡ് ഷോ. മാപ്പിളാരുള്ളോട്ടാ റോഡ് ഷോ. എന്നിട്ട് ഡാൻസ് ചെയ്ത് ഞങ്ങൾ കണ്ടത് എന്താ റോഡ് ഷോ? പോത്തിനെ പോലത്തെ ആണുങ്ങൾ ഡാൻസ് ചെയ്യാം പച്ചപ്പകൽ. പോത്തിനെ പോലെ വലിപ്പുള്ള ആണുങ്ങൾ നടുറോട്ടിൽ അവരുടെ ജേഴ്സി അണിഞ്ഞിട്ട് അവർ എന്താ പറയുക, എന്നിട്ട് ഡാൻസ് ചെയ്യാം പച്ചപ്പകൽ നടുറോട്ടിൽ. വൃത്തികേട് കണ്ടാൽ തന്നെ ഒരൊറ്റവട്ടം ഞാൻ യാത്രയിൽ കണ്ടു. പിന്നെ കണ്ണടച്ചു പോയി. ആ വൃത്തിയിൽ കാണാൻ വയ്യ. ആണുങ്ങൾ നടുറോട്ടിൽ ഈ ഇറുകിയ വസ്ത്രം ഇട്ടിട്ട് പിന്നെ ഡാൻസ് ചെയ്യാന്നാണ്. അത് വൃത്തിയുടെ എത്രയാണ്? ഞാൻ അവസാനിപ്പിക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹത്തിൽ പ്രബോധനത്തിന് സ്വാധീനം ഇല്ല. ആള് കൂടുന്നുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. സ്റ്റേജമ്മ കയറി കാണുന്ന കോടാനക്കോടി ഞങ്ങളാളുകളാണെന്ന് നിങ്ങൾ പറയുന്നു. ഒരാൾ പോലും നിങ്ങളാളല്ല. നിങ്ങൾ പോലും നിങ്ങളാളല്ല. നമ്മൾ മറ്റാരൊക്കെ അടിമകളാണ്. പിന്നെ നിങ്ങളെങ്ങനെ നിങ്ങളാളാണ്? നിങ്ങൾ പോലും നിങ്ങളുടേതല്ല. പിന്നെ എങ്ങനെ വേറുള്ള നിങ്ങളാണ്? അള്ളാഹുവിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദുനിയാവിൻ്റെ തമ്പുരാക്കന്മാരെ അടിമത്തത്തിലേക്ക് നമ്മൾ നീങ്ങിക്കഴിഞ്ഞു. അതാണ്.
ഓതനം യേശൂല, യേശുനില്ല, ഉറപ്പ്. ദഅനി വഅബ്ലാനി നാളെ ബാക്കി പറയാം, അടുത്ത ക്ലാസ് പറയാം. അത് കുറച്ച് പറയേണ്ട ഒരു വിഷയം. ദഅനി വഅബ്ലാനി محياه كلما تبدى سباني نعبه اللبق بالذيق فما كجبين الهاشمي محمد وما كمحياه من الحسن والخلق ولا واقع. الله تعالى നമ്മളെ നന്നാക്കി തരട്ടെ. സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ഉൾപ്പെടുത്തട്ടെ. ചിന്തിച്ചോളി, ഇതൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറയാം. ചിന്തിച്ചോളി, പഠിച്ചോനെ പഠിച്ചോളി. മലബാറിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ അടുത്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. മലബാറിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ അടുത്തിരിക്കുന്നു. മലബാറിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ അടുത്തിരിക്കുന്നു. ഓർമ്മിച്ചുകൊള്ളുക, മലബാറിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാൻ അടുത്തിരിക്കുന്നു. ഇങ്ങനെ കളിക്കുന്നവർ ജനതയെ ഒരു കാലത്തും റബ്ബ് പരിധി വിട്ടാൻ സമ്മതിച്ചിട്ടില്ല. പരിധി വിട്ടുപോയി, പരിധിയും വിട്ടുപോയി. 5 ലക്ഷത്തിൻ്റെ 6 ലക്ഷത്തിൻ്റെ ഒക്കെ ഫ്ലെക്സുകൾ നാട് നേടാം. എന്തതിൻ്റെ അർത്ഥം? എവിടേക്കാണ് നമ്മളെത്തിയത്? യാതൊരു വിലയും ദീനിനില്ല, യാതൊരു വിലയും പണ്ഡിതനില്ല. പണ്ഡിതന്മാർ പറയാണ് 1,10,000 കോടികൾ ഞങ്ങൾ ആളുകളാണ്. പച്ച നുണയാണത്. ഒരാൾ പോലും പണ്ഡിതന്മാരുടെ കൂടെ അല്ല, ഒരാളില്ല. പണ്ഡിതന്മാരുടെ കൂടെ ഒരാളില്ല. പിന്നെ പറയാലോ, ലൂയിസ് 14 വിചാരിച്ചത് ഫ്രാൻസ് മുഴുവനും എൻ്റേതാണെന്നാണ്. അത് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടായപ്പോഴേ ബോധ്യപ്പെട്ടുള്ളൂ ആരും എൻ്റെ ഒപ്പമില്ല. 1917 ബോൾഷെവിക് വിപ്ലവം ഉണ്ടാവുന്നത് വരെ സർ ചക്രവർത്തിമാർ വിചാരിച്ചത് ഈ ജനങ്ങളൊക്കെ എൻ്റെ ആൾ, ഞങ്ങളാളുകളാണ്. പക്ഷെ വിപ്ലവം ഉണ്ടായപ്പോൾ മനസ്സിലായി നമ്മളെ പാടില്ല. ഏതൊരു കൊട്ടാരത്തിലിരുന്നാണ് ജനങ്ങളെ നേതാക്കന്മാരെന്ന് സ്വയം, ജനങ്ങളുടെ മേലെ അധികാരമുള്ളവർ എന്ന് സ്വയം അവർ വിചാരിച്ച് അതേ കൊട്ടാരത്തിലിട്ട് ജനങ്ങൾ വെട്ടിക്കൊന്നവരെ. 1917 ബോൾഷെവിക് വിപ്ലവം റഷ്യയിൽ. അങ്ങനെയാണ് ചരിത്രം, അങ്ങനെയാണ്. അത് നമ്മൾ വിചാരിക്കും ജനങ്ങളൊക്കെ നമ്മളതാണ്. ഇപ്പം നമ്മൾ സമ്മേളനം വിളിച്ചുട്ടിയാൽ ലക്ഷക്കണക്കിന് ആളുകൾ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോഴൊക്കെ നമ്മളാണ്. എന്താണ്? ഒരെണ്ണം എൻ്റെ ആളല്ല, ഒരു മെസ്സിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഒരു നെയ്മർ ആളാണ്, അവർ അർജന്റീനൻ്റെ ആളാണ്, അവർ ബ്രസീലിൻ്റെ ആളാണ്. ഞാൻ പറഞ്ഞ സത്യമല്ലേ? ഒരാൾ പോലും നമ്മളാളല്ല. നമുക്ക് തോന്നുന്നതാണ്. മെസ്സി ഒരു വാക്കും പിന്നെ ആലിമുല്ലാം ഒരു വാക്കും പറഞ്ഞാലും ആലിമുല്ലാണ് പോയി കാക്ക പറഞ്ഞു നോക്കിയത്. എൻ്റെ ആണോ അല്ലേ? പോയി കാക്ക നിങ്ങൾ പണി നോക്കിയെന്ന് പറയും. നിങ്ങളാരാത് പറയാം? വിപ്ലവം ഉണ്ടാകുന്നത് വരെ നമുക്ക് പറയാം നമ്മളാണ് ഇവിടുത്തെ അധികാരി. അതിലുള്ളൂ. സൂര്യൻ ഉദിക്കുന്നവരെ അധികാരി കുറുക്കൻ തന്നെയാണ്. അങ്ങനെ തന്നെയല്ലേ? സൂര്യൻ അസ്തമിക്കുകയും സൂര്യൻ പിന്നെ നാട്ടിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ നാട്ടിലെ അധികാരി ആരാണ്? പറ. കുറുക്കനാണ്. നേരം വെളുത്താൽ മാത്രമേ കുറുക്കന് മനസ്സിലാവുള്ളൂ ഞാൻ അധികാരിയല്ല. നേരം വെളുത്തില്ല, നേരം വെളുക്കും ഒരു ദിവസം, അപ്പം തിരിയും. മെസ്സി ഒരു കാര്യം എന്താ പറയാ, ആലിമുല്ല അല്ലാമത്തിൽ കൊല്ലാമ ഒരു വാക്കും പറഞ്ഞാൽ, ഈ കൊല്ലാമത്തിൽ കൊല്ലാമ ഒരു വർത്താനം പറഞ്ഞു, നെയ്മർ ഒരു വർത്താനം പറഞ്ഞാൽ, ഈ കൊല്ലാമത്തിൽ കൊല്ലാമയോട് ജനങ്ങളെന്ത് പറയും? പോയും കാക്കങ്ങൾ പണി നോക്കി. നിങ്ങളൊക്കെ നമ്മക്കറിയില്ലേ? നിങ്ങളൊക്കെ മുതലാളിമാരടിമാളാന്ന് നമ്മക്കറിയില്ല. അതാ കാരണം. ഇവൻ ചോദിച്ചല്ല എന്നോട് എന്താ കാരണം? ജനങ്ങൾക്കറിയാം പണ്ഡിതന്മാർ മുതലാളിമാരുടെ അടിമകളാണ്. അതാ കാരണം. പണ്ഡിതന്മാർ തിർപ്പഞ്ചിമായ മൂല്യരാണ് മനസ്സിലാക്കിയാൽ പേടിയുണ്ടാവും. അതാ പ്രശ്നം. മൂല്യരും തങ്ങളും മുതലാളിമാർ അടിമകളാണെന്ന് മനസ്സിലായിപ്പോയി. ജനങ്ങൾക്ക് അടിമകളായിക്കോട്ടെ, പക്ഷെ ജനങ്ങൾക്ക് തിരിയാൻ പാടില്ല. അവിടെ പ്രശ്നം. അപ്പോൾ ജനങ്ങൾക്ക് വില ഉണ്ടാവില്ല. അപ്പം പിന്നെ ജനങ്ങൾ അവിടെ ഒരാളെ കയറ്റി വെക്കും. അത് നെയ്മറും നെയ്മീനും ഒക്കെ ആയിരിക്കും. പറഞ്ഞ കാര്യമല്ല. അതന്നെ പ്രശ്നം. അതാണ് പ്രശ്നം. അതുവരെ നമുക്ക് പറയാം, നേരം കൊടുക്കുന്നവരെ പറയാം ഞങ്ങളാണ് ഈ ലോകത്തിൻ്റെ അധികാരികൾ എന്ന് പറയാം. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം.